അവസാനം ഒരുപാട് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഒരു Q&A വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് പേർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച മുൻപാണ് ഞാൻ ആക്ച്വലി കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് Q&Aയുടെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. ഏകദേശം 500ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു 30 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെതായിട്ടുള്ള റെലവൻസി ഉണ്ട് എങ്കിൽ കൂടെ നമ്മൾ വീഡിയോ ലെങ്ത് ആക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു സംഭവം പ്ലാൻ ചെയ്തത്. അതായത് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ അറിയാനായിട്ട് വരും, ഒരുപാട് ലെങ്തി വീഡിയോ ആണ്. കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് ഫൺ ക്വസ്റ്റ്യൻസ് മാത്രമാണ് പിക്ക് ചെയ്തിട്ടുള്ളത്. ചില ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദ്യം തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. മേ ബി നമുക്ക് പറ്റുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ കറന്റ് ഒരു 30 ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മോസ്റ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഗേൾ ഫ്രണ്ട് ഉണ്ടോ, സിംഗിൾ ആണോ, കമ്മിറ്റഡ് ആണോ? സോ ഈ ഒരു ആൻസർ കേൾക്കാൻ എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും. സോ ഗേൾസ്, നിരാശപ്പെടേണ്ട, ഐ ആം സിംഗിൾ. ഇതുവരെ കമ്മിറ്റഡ് ഒന്നും ആയിട്ടില്ല. സോ എൻ്റെ ഇൻസ്റ്റാഗ്രാം എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നതായിരിക്കും. പെട്ടെന്ന് വന്ന് ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ചോളൂ, നോ പ്രോബ്ലം. സോ ഈ ഒരു ക്വസ്റ്റ്യൻസിനിടയിലും കുറച്ച് സ്റ്റക്ക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ വിർജിൻ ആണോ? കംപ്ലീറ്റ് വിർജിൻ ആണ്. ആൻഡ് മാരീഡ് ആണോ എന്ന്. വാട്ട് ഈസ് യുവർ നെയിം? എന്താണ് എൻ്റെ പേര്? ആക്ച്വലി ഇത് ഞാൻ 10K സബ്സ്ക്രൈബർ ആയ സമയത്ത് തന്നെ എൻ്റെ പേര് റിവീൽ ചെയ്തതാണ്. ഒരുപാട് പേർക്ക് അറിയാം, പണ്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് പേർക്ക് അറിയാം. പിന്നെ ഞാൻ ഒരുപാട് ലൈവുകളിൽ വന്ന സമയത്ത് ഞാൻ പേര് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയാത്തതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. എൻ്റെ പേരെന്ന് പറയുന്നത് വിനോദ് എന്നാണ്. അയ്യോ ദാരിദ്ര്യം. സോ വിനോദ് എങ്ങനെയാണ് ഡോണിക്സ് ക്ലാഷ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് VINOD എന്നാണ്. അതിനെ നേരെ തലതിരിച്ചിടുമ്പോൾ DONIV എന്നാവും. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഡോണിവ് എന്നാണ് അതിന് വായിക്കുക. ആൻഡ് വീനെ നമ്മളൊന്ന് ജസ്റ്റ് മെറൈസ് ചെയ്യുകയാണ്. അതായത് നീസായിട്ട് താഴത്തോട്ട് ഇടുമ്പോൾ ഡോണിക്സ് എന്നാവുന്നു. ആക്ച്വലി ഞാൻ 10th എപ്പോഴും പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു തിയറിയിലോട്ട് എത്തിയത്. ആൻഡ് ഫേസ്ബുക്കിലൊക്കെ ഞാൻ ആദ്യം ഈ പേരായിരുന്നു ഇട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന് പറയുന്ന ഗെയിമിന് പക്ക അഡിക്റ്റഡ് ആയിരുന്നു. ഫുൾ ടൈം അത് കളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേരിൻ്റെ, അതായത് ക്ലാഷ് ഓഫ് ക്ലാൻസിലെ ആ ക്ലാഷ് എടുത്ത് ഇവിടെ കൊണ്ടിട്ടാണ്. അങ്ങനെയാണ് ഈ ഡോണിക്സ് ക്ലാഷ് എന്ന് പറയുന്ന ഒരു സംഭവം ജനിക്കുന്നത്. അലമ്പ് എന്ന് പറഞ്ഞത് കേട്ട് പഴകുമ്പോൾ അത് അടിപൊളിയാവുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ഒരു സംഭവം. അങ്ങനെയാണ് ഡോണിക്സ് ക്ലാഷ് ജനിക്കുന്നത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഫുട്ട് ആൻഡ് ബോൾ ചോദിച്ചിട്ടുള്ളതാണ്. എന്നാ പിടിച്ചോ ഒരു ഫ്രഷ് ചോദ്യം. എന്തുകൊണ്ടാണ് സ്പോർട്സ് എന്ന കാറ്റഗറി തിരഞ്ഞെടുത്തത്? അത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്പോർട്സിലോട്ട് എത്തപ്പെടുകയാണ് ചെയ്തത്. ഞാൻ ഇത് പ്രോബബ്ലി തിരഞ്ഞെടുത്തതല്ല. എൻ്റെ ഫസ്റ്റ് വീഡിയോ നമുക്കൊന്ന് നോക്കിയാലായിട്ട് പറ്റും. നോട്ട് ഫസ്റ്റ് വീഡിയോ, ഒരു 2ോ 3ാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു. ആൻഡ് സെക്കൻഡ് സീസണിലോട്ട് വരുമ്പോൾ കേരളത്തിൽ നിന്നും 2 ടീം എന്ന് പറയുന്ന ഒരു തിയറിയിലോട്ട് ISL നീങ്ങുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കേട്ടതായിരുന്നു. കേരളത്തിൽ കൊച്ചിയിൽ നിന്നും ട്രിവാൻഡ്രത്തിൽ നിന്നും ഓരോ ടീം വരുന്നു എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു, ആ ഒരു ന്യൂസ് ആയിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് കേട്ട് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു. ആ ഒരു ടൈമിൽ എനിക്ക് 200 വ്യൂസ് കിട്ടി ആ ഒരു വീഡിയോയ്ക്ക്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആളുകൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാലേ കാണാം, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇട്ടിരുന്ന ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്പോർട്സിലേക്ക് കടന്നത്. പിന്നെ ഞാൻ സ്പോർട്സിൻ്റെ കുറച്ച് ISLുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വെബ്സൈറ്റുകളിലൊക്കെ കയറി ഇറങ്ങി അങ്ങനെ സ്പോർട്സിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്തത്. ബ്രോ, സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാമോ? ലോക്ക്ഡൗണിൽ ഏറ്റവും മിസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ പേര് വിനോദ് എന്നാണ് ഞാൻ പറഞ്ഞു. ഇപ്പം ഞാൻ ഡിഗ്രി 3rd ഇയർ പഠിക്കുകയാണ്. ആക്ച്വലി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു കോഴ്സാണ് പഠിക്കുന്നത്. എൻ്റെ നാട് പാലക്കാടാണ്. ആൻഡ് എൻ്റെ വീട്ടിൽ ഇപ്പോൾ അമ്മയും മുത്തശ്ശി മാത്രമേ ഉള്ളത്, അച്ഛനില്ല. അമ്മയാണ് എന്നെ ആക്ച്വലി കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഞാനൊരു 10K സബ്സ്ക്രൈബർ ആയ സമയത്താണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വ്യക്തമായിട്ട് വീട്ടുകാർക്കൊക്കെ ഒന്ന് മനസ്സിലായത്. അപ്പോഴും അവർക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് നമുക്ക് ഇങ്ങനെ സെറ്റായി വരുന്നു, ഏണിങ്സ് ഒക്കെ കിട്ടി തുടങ്ങുന്നു. പിന്നെ നമ്മുടെ വീഡിയോ ക്വാളിറ്റി ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ അത് അടിപൊളിയാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ നല്ല സപ്പോർട്ടാണ്. പിന്നെ ലോക്ക്ഡൗണിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് കോളേജ് തന്നെയാണ്. കോളേജിൽ പോയി കഴിഞ്ഞാൽ ചുമ്മാ കിടന്നുറങ്ങിയാലും ഒരു പ്രശ്നമില്ല, കാരണം ആ കോഴ്സ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെസ്സി ഓർ റൊണാൾഡോ? നോ ആൻസർ. ആൻഡ് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഓൾറെഡി ആൻസർഡ്. ആൻഡ് 10ൽ എത്ര A+ ഉണ്ടായിരുന്നു? ഹോപ്പ്ഫുള്ളി 10ൽ എനിക്ക് ഒരു A+ പോലും ഇല്ലായിരുന്നു. അതാണ് ഏറ്റവും ട്വിസ്റ്റായിട്ടുള്ള കാര്യം. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പുസ്തകത്തിൽ ഇരുന്ന് പഠിച്ച് എഴുതിയ എക്സാം എന്ന് പറയുന്നത് 10ാം ക്ലാസ് എക്സാം മാത്രമാണ്. കാരണം അത്രയും പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് എക്സാം മാത്രമാണ് ഞാൻ പഠിച്ചെഴുതിയത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഒരൊറ്റ A+ പോലും ഇല്ലായിരുന്നു. 8 Aയും 2 B+ ആയിരുന്നു. അതെനിക്ക് വളരെ വലിയൊരു മാർക്ക് തന്നെയാണ്.
കാരണം ഞാൻ എങ്ങനെ പഠിച്ചെഴുതുന്നൊരു പരിപാടിയല്ലായിരുന്നു. പിന്നെ അതിനുശേഷം നല്ല രീതിയിൽ ഉഴപ്പി. രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും, എങ്ങനെയുണ്ട്, വെറൈറ്റി അല്ലേ? രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൂടി പുതച്ച് കിടന്നുറങ്ങാൻ നോക്കിയാലും 7 മണി ആയിക്കഴിഞ്ഞാൽ ഞാൻ എഴുന്നേൽക്കും. അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ കിടക്കുമ്പോൾ ആലോചിക്കും ഒരു 10 മണി 11 മണിക്ക് എഴുന്നേറ്റാൽ മതിയെന്ന്. പക്ഷേ 7 മണി ആയി കഴിഞ്ഞാൽ കയ്യും കാലും ഒന്ന് വിറക്കലാണ്. ഫോൺ എവിടെയാണെന്ന് തിരഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും ഫോൺ താഴെ വെക്കുന്നത് വളരെ കുറവാണ്. ചാർജ് ചെയ്യുമ്പോൾ പോലും ഞാൻ കുത്തിയിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ടാണ് ചാർജൊക്കെ ചെയ്യുന്നത്. സോ രാവിലെ എഴുന്നേറ്റോടെ ഞാൻ ഫോൺ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ 7 മണി ആയി കഴിഞ്ഞാൽ എന്തായാലും എഴുന്നേൽക്കും. ബ്രോയിനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ട് നിയമിച്ചാലുള്ള താങ്കളുടെ റിയാക്ഷൻ എന്തായിരിക്കും? അതിന് റിപ്ലൈ വേറൊരു മച്ചാൻ കൊടുത്തിട്ടുണ്ട്, ചാടിക്കളിക്കുമെന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി എൻ്റെ റിയാക്ഷൻ അങ്ങനെ ആയിരിക്കില്ല. ഞാൻ ആ ഒരു ഓഫർ നിരസിക്കും എന്ന് വേണം പറയാൻ. കാരണം കോച്ച് എന്ന് പറയുന്നത് ഗ്രൗണ്ടിന് പുറത്ത് നിന്ന് കൈയും കാലും ഇട്ട് അടിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ടീമിൻ്റെ ഏറ്റവും സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് കോച്ച് തന്നെയാണ്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും കോച്ച് ആകാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി പലർക്കും ഉണ്ടെങ്കിൽ അത് വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരാളാണ് കോച്ച്. ഓരോ പ്ലേയേഴ്സിനെ പറ്റിയും പഠിക്കാനുണ്ട്. അതിനപ്പുറത്തേക്ക് എതിർ ടീം എങ്ങനെയാണെന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് തോന്നുന്നില്ല. അതെല്ലാം വിട്ടാലും കേരള ബ്ലാസ്റ്റേഴ്സിന് കപ്പ് വേണ്ടേ? ഇന്നെങ്ങാനും കപ്പ് വേണോടേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രോ പബ്ജി കളിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ പബ്ജി കളിക്കാറുണ്ട്. കഴിഞ്ഞ സീസണിൽ 3.5 KD Ace 3 സ്റ്റാറിലാണ് ഇപ്പോൾ നിന്നിട്ടുള്ളത്. ഇപ്പോൾ പുതിയ സീസൺ തുടങ്ങിയിരിക്കുകയാണ്. ആൻഡ് പബ്ജി കളിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ID കൊടുക്കുന്നുണ്ടാവും, റിക്വസ്റ്റ് അയച്ചോളൂ. യൂട്യൂബിൽ നിന്ന് ബാഡ് മെമ്മറി. യൂട്യൂബിൽ നിന്ന് ഒരുപാട് ബാഡ് മെമ്മറീസ് ഉണ്ട്. അതായത് ഞാൻ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ തെറ്റിപ്പോകാറുണ്ട്. ചില ഭാഗങ്ങൾ ഞാൻ അതായത് പറയാൻ വിട്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില ഭാഗങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം വ്യൂവേഴ്സിന് കൃത്യമായിട്ട് മനസ്സിലാകാത്ത അവസ്ഥയിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള മൊമെൻറ്റ്സിലൊക്കെ വരുമ്പോൾ അത് കമൻസിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റും. നെഗറ്റീവ് അടിക്കുകയല്ല, ആക്ച്വലി ആ സംഭവം മനസ്സിലായില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വലിയൊരു നിരാശയാണ്. കാരണം നമ്മൾ ഇപ്പോൾ കാര്യം പറയാൻ വിട്ടുപോയല്ലോ, എൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു തെറ്റ് വന്നല്ലോ, അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ബാഡ് മെമ്മറീസ് അങ്ങനെ വന്നിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഞാൻ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ പോസിറ്റീവ് കമൻറ്റ്സ് വരുമ്പോൾ എന്താണ് തോന്നുന്നത്? യൂട്യൂബിൽ പോസിറ്റീവ് കമൻറ്റ്സ് വരുമ്പോഴാണ് ആദ്യം സന്തോഷം തോന്നുന്നത്. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു 10-15 കമൻറ്റ് ഫസ്റ്റ് എന്ന് പറയുന്നൊരു കമൻറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി പോസിറ്റീവ് കമൻറ്റ്സ് ആണോ നെഗറ്റീവ് കമൻറ്റ്സ് ആണോ വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. വീഡിയോ കുറച്ച് നേരമെങ്കിലും കണ്ടിട്ട് ആളുകൾ കമൻറ്റ് ഇടും, ഇങ്ങനെ ഈ വീഡിയോയുടെ ഈ ഭാഗം അടിപൊളിയായിരുന്നു, ഈ ഒരു പ്രസൻറ്റേഷൻ, ഈ ഒരു രീതി അടിപൊളിയായിരുന്നു, BGM അടിപൊളിയായിരുന്നു. ആ ഒരു രീതിയിൽ പോസിറ്റീവായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ നെഗറ്റീവ് കമൻറ്റ്സുകൾ ആ ഒരു ഭാഗത്ത് നിന്നും വരുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഈ റൊമാൻറ്റിഫിക്കേഷൻ എവിടെ നിന്ന് വരുന്നു? റൊമാൻറ്റിഫിക്കേഷൻ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഇത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഒരു അസംബ്ലിക്ക് ഒരു പ്രസംഗം നടത്തിയായിരുന്നു. ആ ഒരു സമയത്ത് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം റൊമാൻറ്റിഫിക്കേഷൻ ഞാൻ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട് പിള്ളേരൊക്കെ പറഞ്ഞൊരു വാക്കായിരുന്നു രോമാഞ്ചം എന്ന്. അങ്ങനെയാണ് ആ റൊമാൻറ്റിഫിക്കേഷനിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. പിന്നെ ഈ റൊമാൻറ്റിഫിക്കേഷൻ ഞാൻ കണ്ടുപിടിച്ചൊന്നല്ലല്ലോ, അത് പണ്ടേ ഉള്ള സംഭവമാണല്ലോ, നമുക്ക് എല്ലാവർക്കും തോന്നുന്നൊരു വികാരമാണല്ലോ, അത് നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതെന്ന് മാത്രം. ബ്ലാസ്റ്റേഴ്സ് ന്യൂസ് മാത്രം ചെയ്യുന്നതിലുപരി മറ്റ് ലീഗുകൾ ഉൾക്കൊള്ളിച്ച് ചെയ്തൂടെ? ലാലിഗ, സിരിയെ ഇതുപോലുള്ള വലിയ ലീഗുകൾ ഉൾക്കൊള്ളിക്കുമ്പോൾ വീഡിയോയ്ക്ക് ക്ഷാമം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വീഡിയോയ്ക്ക് ക്ഷാമം ഉണ്ടാവില്ല, കുറച്ചുകൂടി ഓവർഫ്ലോ ആയിട്ട് വരും, ഒരുപാട് കണ്ടൻസ് വരും. അതാണ് പ്രശ്നം. ഞാനൊരു ഫുൾ ടൈം യൂട്യൂബർ അല്ല, ഒരു പാർട്ട് ടൈം യൂട്യൂബറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് റാഫ് ടോക്സ് നോക്കി അറിയാനായിട്ട് പറ്റും. റാഫിക്ക് ഒരു ദിവസം 10-15 വീഡിയോസ് വരെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫുൾ ടൈം യൂട്യൂബറാണ് എന്ന് വെച്ചാൽ എല്ലാ ന്യൂസുകളും കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലൂടെയാണ് പോകുന്നത്. അതായത് നമുക്കൊരു ന്യൂസ് പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. സോ അത്രയും കണ്ടന്റുകളെല്ലാം കൂടെ ഫോക്കസ് ചെയ്യാൻ ഉള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിലോട്ട് പോകാത്തത്. ഇനി ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്, ഫേവറേറ്റ് ഫുട്ബോളർ ഇൻ ISL ആൻഡ് വേൾഡ് ഫുട്ബോൾ. ISLൽ ഫേവറേറ്റ് ഫുട്ബോളർ എന്ന് പറയുന്നത് ഇയാൻ ഹ്യൂമർ, സുനിൽ ഛത്രി, സഹൽ അബ്ദുൾ സമദ്. വേൾഡ് ഫുട്ബോളിലോട്ട് വരുമ്പോൾ സ്ലാറ്റൻ, മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ, അവരൊക്കെ വേൾഡ് ഫുട്ബോളിലും ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് യൂട്യൂബിൽ ആദ്യമായി വന്നപ്പോൾ ഫാമിലിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. ഞാൻ പറഞ്ഞല്ലോ 10,000 സബ്സ്ക്രൈബേഴ്സ് ആകുന്നത് വരെ ഇവർക്ക് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. യൂട്യൂബ് ഉടായ്പാണെന്ന് പറഞ്ഞ് നടന്നതായിരുന്നു. എനിക്ക് ആക്ച്വലി 10K സബ്സ്ക്രൈബർ ആകുന്നതും ഫസ്റ്റ് ഏർണിങ്സ് കിട്ടുന്നതും ഒക്കെ ഒരേ സമയത്തായിരുന്നു. അപ്പോഴാണ് യൂട്യൂബ് എന്തൊക്കെയോ ആണെന്ന് വ്യക്തമായത്. ഇപ്പോൾ കറൻ്റ്ലി നല്ല സപ്പോർട്ടാണ്. ബാഴ്സയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കളിക്കാൻ അവസരം കിട്ടിയാൽ ഏത് ടീം സെലക്ട് ചെയ്യും? അത് ബാഴ്സലോണ ആയിരിക്കും. ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ? ഇഷ്ടപ്പെട്ട ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അഭിജിത്ത് വ്ലോഗർ, അക്ഷയ് വ്ലോഗർ, കാർത്തിക് സൂര്യ, ഗാഡ്ജറ്റ്സ് ആൻഡ് മലയാളം, മലയാളം ടെക്, കാസ്ട്രോ ഗെയിമിംഗ്, അങ്ങനെ ഒരുപാട് ചാനൽസ് ഉണ്ട്. മലയാളത്തിലെ ഒട്ടുമിക്ക എല്ലാ ഫേമസ് ചാനലുകളും ഞാൻ ഇരുന്ന് കാണാറുണ്ട്. ഏത് ക്ലബിൻ്റെ ഫാനാണ്? ഐ മീൻ യൂറോപ്യൻ ക്ലബ്ബ്. യൂറോപ്യൻ ക്ലബ്ബുകളിലോട്ട് വരുമ്പോൾ എനിക്ക് ബാഴ്സലോണയും റിയൽ മാഡ്രിഡും ഭയങ്കര ഇഷ്ടമാണ്. യൂട്യൂബ് ആദ്യത്തെ വീഡിയോ ചെയ്തിട്ട് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കാണിച്ചപ്പോൾ അവർ എന്ത് പറഞ്ഞു?
അത് ഇവിടെ പറയാൻ പറ്റില്ല. ഡോണിക്സ് ക്ലാഷ് എന്ന പേരിടാൻ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഞാൻ ഭയങ്കര വെറുപ്പിക്കലാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആര്? സോറി, ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ കിട്ടുമ്പോൾ വെറുപ്പിക്കലായിട്ടും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പണ്ടത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ പണ്ട് ഞാൻ ഭയങ്കര വെറുപ്പിക്കലായിരുന്നല്ലേ എന്ന് തോന്നാറുണ്ട്. ഇനി ഞാൻ ഫ്യൂച്ചറിൽ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ അപ്പോഴും വെറുപ്പിക്കലായിരുന്നല്ലേ എന്ന് എനിക്ക് തോന്നാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ലോക്ക്ഡൗൺ കാലം എങ്ങനെ? ബോറടിയാണോ? PUBG ഉള്ളതുകൊണ്ട് വലിയ ബോറടി ആയിട്ട് തോന്നുന്നില്ല. ചുമ്മാ ഇരിപ്പ് തന്നെ, പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ബോറടി മാത്രം. ക്രിക്കറ്റ് ഇഷ്ടമാണോ? ക്രിക്കറ്റ് ഇഷ്ടമല്ലാത്ത ഇന്ത്യക്കാരുണ്ടോ? ക്രിക്കറ്റ് ഇഷ്ടമാണെന്നുള്ള ചോദ്യത്തിനുള്ള ഒരു പ്രസക്തിയില്ല. ക്രിക്കറ്റ് തീർച്ചയായിട്ടും നമ്മൾ കാണുന്നതാണ്. IPL നമ്മൾ തീർച്ചയായിട്ടും കാണുന്നതാണ്. സ്പെയിനിൽ കളിക്കാൻ പോകണമെന്ന് ഡ്രീമുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റെമ്പർ ബോൾ ഉണ്ട്, 6. ഇത് വെച്ച് ഞാൻ മുറ്റത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ടാവും. അതായത് ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ വീട്ടുകാരും, അതായത് വീടിന് ചുറ്റുപറ്റിയിട്ടുള്ള അയൽവാസികളൊക്കെ ഇങ്ങനെ നോക്കും, എന്താണ് ഇവൻ കാണിക്കുന്നതെന്ന് നോക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ അവർ കാണുന്നത് ഞാൻ മുറ്റത്തോടെ കടന്ന് തട്ടിക്കളിക്കുന്ന ഒരു വിഷ്വൽ മാത്രമാണ്. പക്ഷെ ഞാൻ കളിക്കുന്നത് എൻ്റെ മുറ്റത്തല്ല, ഞാൻ കളിക്കുന്നത് അങ്ങ് സ്പെയിനിലാണ്. ബ്രോ, ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് വീഡിയോ ഉണ്ടാക്കി എഡിറ്റ് ചെയ്ത് രോമാഞ്ചിഫിക്കേഷൻ എഫക്റ്റ് ആഡ് ചെയ്ത് പെട്ടെന്ന് ഇറക്കുന്നത്? ഡു യു ടേക്ക് ടു മച്ച് ഓഫ് സ്ട്രെസ്? ആക്ച്വലി ഞാനൊരു ട്രാൻസ്ഫർ ന്യൂസ് കേൾക്കുമ്പോൾ വളരെ ലേറ്റ് ആയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നാറുള്ളത്. ഞാൻ എങ്ങനെയാണ് ഈ കണ്ടന്റ് ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ സ്ക്രിപ്റ്റ് എഴുതാറില്ല. അതായത് ഈ പുസ്തകത്തിൽ ഇങ്ങനെ ആലോചിച്ച് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല. ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പന്തുകൊണ്ട് തട്ടിക്കളിച്ച് ആലോചിക്കും, ഇങ്ങനെ എന്ത് ചെയ്യാം, എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം, എങ്ങനെ ക്യാച്ചി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ആലോചിക്കും. എഡിറ്റ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് എന്ന് പറയുന്നൊരു സംഭവം അനുഭവിക്കുന്നത്. PC വളരെ ലോ എൻഡ് PC ആണ്. അത് എക്സ്പോർട്ട് ചെയ്യാൻ ഏകദേശം ഒരു 30 മിനിറ്റ്സ് എടുക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ വൈഫൈ കിട്ടാൻ വലിയൊരു പാടാണ്. അതുകൊണ്ട് തന്നെ വൈഫൈ ഇല്ല, മൊബൈൽ നെറ്റ്വർക്കിൻ്റെ ഒരു ചെറിയ സ്പീഡ് വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര ടൈം പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എഡിറ്റിങ്ങിൻ്റെ ആ ഒരു സെക്ഷനിലോട്ട് വരുമ്പോഴാണ് ഈ പറഞ്ഞ സ്ട്രെസ് അനുഭവപ്പെടുന്നത്. ഗെയിമിംഗ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ? ആക്ച്വലി എനിക്ക് ഗെയിമിംഗ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ഇല്ല. ഞാനൊരു ഫുൾ ടൈം യൂട്യൂബർ അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി അടുത്തൊരു യൂട്യൂബ് ചാനലിലൂടെ വേറൊരു രീതിയിലോട്ട് പോകാൻ എനിക്ക് ഒരിക്കലും പ്ലാൻ ഇല്ല. കറൻ്റ്ലി പ്ലാൻ ഇല്ല. നിലവിലുള്ള ചാനൽ എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ അടിപൊളിയാക്കാനാണ് ഞാൻ പ്ലാൻ ഇടുന്നത്. മറ്റ് ചാനലുകളിലേക്ക് നിലവിൽ ഞാൻ ആലോചിക്കുന്നില്ല. ബ്രോൻ്റെ ഫസ്റ്റ് വീഡിയോ പൊളി. ക്യാമറാമാൻ ഉണ്ടോ? ഫസ്റ്റ് വീഡിയോ അപാരം. അത് ആലോചിക്കാൻ തന്നെ വയ്യ. എന്തായാലും ക്യാമറാമാൻ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ലെന്ന് തന്നെ പറയാം. ഞാൻ ഇപ്പോഴും ട്രൈപോഡ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ക്യാമറാമാൻ ആക്ച്വലി ഇല്ല. നമ്മുടെ ഈ 100K 90K അങ്ങനെ ഈ സെലിബ്രേഷൻ വീഡിയോസിൽ മാത്രം നമ്മുടെ ഏരിയ ഗ്യാങ് പിള്ളേരുണ്ടല്ലോ, അവരെ വെച്ച് ക്യാമറ ഷൂട്ട് ചെയ്യും. യൂട്യൂബിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? യൂട്യൂബിൽ വന്നില്ലെങ്കിലും എനിക്ക് എൻ്റെ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ ആ ഒരു രീതിയിലാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റുകളും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. ഞാനത് വേറെ രീതിയിലാണ് കൊണ്ടുപോകുന്നത്. പ്രോപ്പർ കരിയർ ബിൽഡ് ചെയ്യാൻ എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് അന്നും ഇന്നും എന്നും ഉണ്ട്. യൂട്യൂബിൽ വന്നതുകൊണ്ടൊരു ഹാപ്പിനെസ് ഞാൻ കണ്ടെത്തുന്നു. ഇനി യൂട്യൂബിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ എൻ്റെ ഹാപ്പിനെസ് കണ്ടെത്തുമായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കോൾ വന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കോൾ വന്നാൽ ഞാൻ എടുക്കും. സോറി, ഇറ്റ് വാസ് എ ജോക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആഗ്രഹമൊക്കെ ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ പോയി കളിക്കാൻ. ആ ഒരു മെന്നക്കടലിന് മുമ്പിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ. എൻ്റെ മോനെ. ബ്രോ ഇടയ്ക്ക് വെച്ച് ഡീമോട്ടിവേറ്റ് ആയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആരാണ് മോട്ടിവേറ്റ് ചെയ്തത്? യൂട്യൂബിൻ്റെ കേസിലും അല്ലാതെ ഞാൻ ഒരുപാട് ഡീമോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്. ചില മൊമെൻറ്റുകളിൽ ഇതെന്താ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ഡീമോട്ടിവേറ്റഡ് ആകുമ്പോൾ ഞാൻ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്തിരുന്ന് കാണും, പണ്ടത്തെ വീഡിയോസൊക്കെ. അതിൽ നിന്നും ഈ ഒരു വീഡിയോയിലേക്ക് എത്ര ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആവും. അതായത് ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് തന്നെ സംസാരിക്കാൻ പഠിക്കണം. കണ്ണാടി നോക്കിയിരുന്ന് സംസാരിക്കാനൊക്കെ പഠിക്കണം. അതൊരു പരിധിവരെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ നല്ല രീതിയിൽ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം തന്നെയാണ്. ചില മൊമെൻറ്റുകളിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആകണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബ്രോ, നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്കി ബോയ് ആണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ബ്രോ ഗാലറിയിൽ എത്തിയപ്പോഴെല്ലാം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരുന്നു. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ബ്രോയുടെ ഫാമിലിയെക്കുറിച്ചും അറിയാൻ ആഗ്രഹമുണ്ട്. ഫാമിലിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ലക്കി ബോയ് ആണെന്ന് പറയുന്നില്ല. എന്നിട്ട് വേണം ഇനിയുള്ള സീസൺ കളി കാണാൻ പോകുമ്പോൾ എങ്ങാനും ബ്ലാസ്റ്റേഴ്സ് തോറ്റ അത് എൻ്റെ തലയിലോട്ടിടെ. അതെന്തോ കോയിൻസിഡൻസ് ആണ്. ആക്ച്വലി 3 മത്സരങ്ങളെ കാണാനായിട്ട് പോയിട്ടുള്ളൂ. അത് 3 ഹോം മാച്ച് നമ്മൾ വിജയിച്ചു. ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കുന്നതാണോ അതോ ഗോൾഡ് പ്ലേ ബട്ടൺ കിട്ടുമ്പോഴാണോ ഡോണിക്സ് ചേട്ടൻ ഹാപ്പി ആകുന്നത്? തീർച്ചയായിട്ടും അത് ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കുമ്പോഴാണ്. ഞാൻ ഒരു പ്രോപ്പർ യൂട്യൂബർ ആണ് എന്നുള്ള കാര്യം ഈ ഒരു 100K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ
പലരെയും എനിക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് യൂട്യൂബിൻ്റെ പേരിൽ നമ്മളെ ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ടെങ്കിലും അതിനെല്ലാം മറുപടി നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കേസിലാണ് അത് സംഭവിക്കാത്തത്. ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനാണോ ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കിരീടം അടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കൂടെ നമുക്ക് കൊടുക്കാം. മേ ബി അടുത്ത സീസണിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെ ബീജൻ സോങ് ഏതാ? അതിപ്പോൾ എന്താ ഇടാത്തെ? അത് അടിപൊളിയാണ്. മൈ ഫേവറേറ്റ് വീഡിയോ KBFC വേഴ്സസ് ATK സെക്കൻഡ് ലെഗ് മാച്ച് റിവ്യൂ. അവരറിഞ്ഞിരുന്നില്ല. പൊളി. അതാ ഞാൻ ആദ്യമായി കണ്ടിരുന്നത്. ഫുൾ സപ്പോർട്ട്. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. എൻ്റെ BGM ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഓരോ വീഡിയോസിൽ ഓരോ BGM ഒക്കെയാണ് എടുത്തിടുന്നത്. ഇനി ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ BGMൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നോക്കാം അടുത്ത വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റുമായിരിക്കും. ഡോണിക്സ് ക്ലാഷ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനലായത് എങ്ങനെ ചാനൽ തുടങ്ങിയ അവസരങ്ങളിൽ നിങ്ങളുടെ ഫാമിലിയുടെയും നാട്ടുകാരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നോ? ഇപ്പോൾ എങ്ങനെയാണ് അവസ്ഥ? സ്പോർട്സ് പ്രേമികൾക്കിടയിൽ 1,00,000 കൗണ്ട് എന്ന് പറയുന്ന ഒരു നമ്പറിൽ നമുക്കതൊരു വലിയ സംഖ്യ ആണ് എങ്കിൽ കൂടെ ആസ് പെർ യൂട്യൂബ് അത് അത്ര വലിയ സംഖ്യയൊന്നും അല്ല. എന്തായാലും സ്പോർട്സ് പ്രേമികൾക്കിടയിൽ കുറച്ചൊക്കെ സ്ഥാനം പിടിക്കാൻ പറ്റിയതിൽ വലിയൊരു സന്തോഷം. അതെങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ആ ഒരു ലെവലിലോട്ട് എത്തിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് പറ്റും. 100K ആയ സ്ഥിതിക്ക് ഞങ്ങൾക്കൊരു ട്രീറ്റ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയുള്ള അന്ന് സ്റ്റേഡിയത്തിൽ വെച്ച് തരുമോ ബ്രദർ? ഫ്രഷ് ക്വസ്റ്റ്യൻ ആണ്. വന്നതിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ഏതാണ്? അത് നല്ല ഒരു ഇൻ്റലിജൻറ്റ് മൂവാണ്. എനിക്ക് ഇതിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തോന്നിയത്, കുറച്ചുകൂടെ മനസ്സിൽ സ്റ്റക്കായി പോയത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അസ്ല ഖാൻ നിലമ്പൂർ ചോദിച്ച ചോദ്യം, ഫേവറേറ്റ് വീഡിയോ KBFC വേഴ്സസ് ATK സെക്കൻഡ് ലെഗ് മാച്ച് റിവ്യൂയുടെ ആ ഒരു കാര്യം പറഞ്ഞത്. കാരണം കുറച്ച് പേരാണ് നമ്മളെ ചില വീഡിയോസ് കണ്ടിട്ട് നമ്മളെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ അടിപൊളിയാണെന്ന് എടുത്ത് പറയുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാര്യം ആ ഒരു വീഡിയോ എടുത്ത് പറഞ്ഞത് കൊണ്ടും ഇങ്ങനൊരു സംഭവം പറഞ്ഞതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സംഭവമായി പോയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എനിക്കിപ്പോൾ മനസ്സിൽ സ്റ്റക്കായിട്ടുള്ളൊരു കമൻറ്റ് എന്ന് പറയുന്നത്. സോ ഫൈനലി നമ്മുടെ Q&A വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് വലിയ ലെങ്തി വീഡിയോ തന്നെയാണിത്. നിങ്ങൾ എത്ര പേര് ഇത് മുഴുവൻ ഇരുന്ന് കണ്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കമൻസ് ഒക്കെ അലൈൻ ചെയ്യാനുള്ളൊരു ടൈം കൊണ്ടാണ് ഈ Q&A വീഡിയോ ഇത്രയും വൈകി പോയത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ദിവസം മറ്റൊരുമേ കണ്ടുപിടുന്നവരേക്കും ബൈ.